പോവാണ് 2 ദിവസത്തെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അമ്മയുടെ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് ഇപ്പോൾ കൊച്ചിയിലായത് കൊണ്ട് തന്നെ നാട്ടിൽ പോയിട്ട് ഒരുപാട് ദിവസമായി. അമ്മക്കാണെങ്കിൽ ഒരുപാട് വിഷമം. അയ്യോ നാട്ടിലെ തേങ്ങ പറിച്ചിട്ടില്ല, കാട് പിടിച്ചിട്ടുണ്ടാവും, പുതിയ വീടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു പുതിയ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ ഫുള്ള് ഇതുപോലെ തന്നെ മുറ്റത്തൊക്കെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഒന്നും നോക്കിയില്ല, അങ്ങനെയൊക്കെയോ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഒരു വയക്കുന്ന ആളെ കിട്ടി. നമ്മൾ വയക്കുന്നതെന്നാ പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയാമെന്നറിയില്ല. അങ്ങനെ പുള്ളിക്കാരൻ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വയക്കൽ തുടങ്ങി. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയാന്ന്. ഇതുവരെ താമസം മാറിയിട്ടില്ല. വിഷു ആയ ദിവസം നമ്മൾ ജസ്റ്റ് വീട്ടിൽ കയറിയെന്ന് മാത്രം. വീട് നല്ല അടിപൊളി കുട്ടപ്പനാക്കി ക്ലീനാക്കി തന്ന്. പിന്നെ മഴയൊക്കെ കഴിയട്ടെ എന്നിട്ട് ബാക്കിയെല്ലാം ക്ലീനാക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി. അതിനുശേഷം നമ്മൾ മരം മുറിക്കുന്ന ആളെ വിളിച്ചു. വേറെ ഒന്നിനല്ല കേട്ടോ, അവിടെ തല പോയി നിൽക്കുന്ന ഒരു തെങ്ങുണ്ട്. ഒരുപാട് കാലമായി അതങ്ങനെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ വീട് വാങ്ങുമ്പോഴേ അതവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ചിട്ടില്ലെങ്കിൽ അത് ഏത് സമയത്തും നേരെ നമ്മുടെ വാർപ്പിൻ്റെ മുകളിലേക്കാണ് വീഴാനുള്ള ചാൻസ്. ഇപ്പുറത്തൊക്കെ വീടുണ്ട്, തൊട്ട് സൈഡിൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുറിക്കാൻ ഭയങ്കര വിഷമമാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അതിൻ്റെ മുകളിലോട്ട് കയറാനും പറ്റില്ല, കാരണം മുഴുവനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അടിഭാഗമൊക്കെ മൊത്തത്തിൽ ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു. മുകളിലേക്ക് കയറിയ അപ്പം തന്നെ അത് പൊട്ടി വീഴാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിപരമായിട്ട് തൊട്ടടുത്തുള്ള ഒരു തെങ്ങിൻ്റെ മുകളിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. തൊട്ടടുത്തിൻ്റെ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് കയറിട്ടിട്ട് പിടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ. കുഞ്ഞു വീടാണ്, 2 ബെഡ്റൂം മാത്രമുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ എടുത്തത്. 4 ബെഡ്റൂമുള്ള വീട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് താമസം മാറിയത്. ആ വീട് ഞങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുള്ളത്, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വീട് വേണമെന്നൊക്കെ, കണ്ണൂർ ജില്ലയിലാണ്, ഒരു 4 ബെഡ്റൂമുള്ള വീട് വേണമെന്നൊക്കെ ഉള്ളവർക്ക് ആ വീട് വാങ്ങാം. നമ്മളിപ്പോഴും കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തെങ്ങ് മുറിക്കുന്ന കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ചങ്ങായി അവിടെ നിന്ന് ഇങ്ങനെ കയറിട്ടിട്ട്, ഒരാൾ ഹെൽപ്പറും ഉണ്ട് കേട്ടോ, താഴെയാണ് ഹെൽപ്പർ നിൽക്കുന്നത്. ഈ പുള്ളിക്കാരൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അത് അടിപൊളിയായിട്ട് ഒരുപാട് ഐഡിയപരമായിട്ടൊക്കെ നീങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ കയറിട്ട് കുടുക്കി അവിടെ വെച്ചിട്ട് 2 വലി വലിക്കുകയാണ്. വലിക്കുമ്പം മുകളിലുള്ള ഭാഗം വീഴും എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ പറഞ്ഞിട്ടാണ് കയറിയത്. എന്തായാലും നമുക്ക് നോക്കാം. പുള്ളിക്കാരൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കരുതിയത് അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് വലിക്കുവാണെന്നാണ് കരുതിയത്. പക്ഷേ പുള്ളിക്കാരൻ അവർ കൊടുക്കൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം താഴേക്ക് ഇറങ്ങി, താഴേന്ന് ഒറ്റ വലിയാണ് ഗൈസ്. ഒറ്റ വലിക്ക് മുകളിലത്തെ ഒരു കഷ്ണം താഴേക്ക് വന്ന് ചിതറി. അപ്പോൾ വീണ്ടും അടുത്ത കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് വലിക്കുന്നുണ്ടായിരുന്നു നേരത്തെ വലിച്ചതുപോലെ. പക്ഷേ രണ്ടാമത്തെ ഒരു പീസ് കിട്ടിയില്ല. ഇനി അവർ അടുത്ത വഴി എന്താണെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ 2ാം ഘട്ടത്തിൽ നമ്മുടെ പുള്ളിക്കാരൻ മെഷീൻ ഓണാക്കുകയാണ് ഗൈസ്. ഇനി തുടങ്ങുന്ന ശരിയായ അംഗം. അടിയിൽ 2 സൈഡിലും കട്ട് കൊടുത്തതിന് ശേഷം 2 പേരും കൂടി ഇനി വലിച്ചിടാൻ പോവുകയാണ് ഈ സാധനത്തിനെ. അങ്ങനെ കിടക്കുന്ന പാവനായി ശവമായി. ഒരു ചെറിയ വ്യത്യാസത്തിനാണ് ഗൈസ് നമ്മുടെ KSEBയുടെ പോസ്റ്റ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പോസ്റ്റ് അടിച്ചു പോയാനെ. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാഗണി അങ്ങ് മുറിച്ച് കളയലാണ്. മഹാഗണീനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ അനുഭവിച്ചാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങും. ഈ ഒരു മരത്തിനെ കൊണ്ട് എല്ലാവർക്കും അറിയാം, വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്, വാതിൽ ജനൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മളെന്തായാലും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. സംഭവം അങ്ങ് മുറിച്ച് കളയാമെന്ന് കരുതി. കാരണം ഭയങ്കര പണിയായിരിക്കും. ഈ പറമ്പിലൊക്കെ ചപ്പ് വീണ് അത് ക്ലീനാക്കലായിരിക്കും ഫുള്ള് പണി. അപ്പോൾ പുള്ളിക്കാരൻ മുകളിൽ വരെ കയറിയിട്ട് മഹാഗണിയുടെ തൂപ്പൊക്കെ കഴിച്ചു. ഇനി അതിനുശേഷം മരം മുറിക്കലാണ് മെയിൻ പരിപാടി. അതിനുശേഷം ഒരുപാട് ശീമൊക്കെ ഒന്നുണ്ടായിരുന്നു ഗൈസ്, അതും മുറിച്ച് കളഞ്ഞു. മുറിച്ചെല്ലാം നീറ്റാക്കി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള ഇപ്രാവശ്യത്തെ പരിപാടി. അങ്ങനെ നമ്മൾ നാട്ടിൽ വന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇത്രയും വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ തിരിച്ച് നാട്ടിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് തന്നെ പോവാണ്. കണ്ണൂർ ടു കൊച്ചി വീണ്ടും ഞങ്ങൾ തിരിച്ചു പോവാണ്. 2 ദിവസത്തെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം. പോകുന്ന വഴിക്ക് ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു, വമ്പൻ മഴ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പം കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പം വീട് കുറേ കാലം അടച്ചിട്ടിട്ടാണ് ഉണ്ടാവുക. അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ടേക്ക് പോയി താമസം തുടങ്ങും പെട്ടെന്ന് തന്നെ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഗായ്സ്.